മരുമോനെ ഒന്ന് നിന്നേ. എന്താ അച്ഛാ? എന്താ ഇത്? എന്താ നിന്റെ ഉദ്ദേശം? സ്വാമിയേ ശരണയ്യപ്പ. അച്ഛാ, എൻ്റെ എല്ലാ പാവങ്ങളും സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച് എനിക്കൊന്ന് സാഷ്ടാംഗം വണങ്ങണം. നീ സാഷ്ടാംഗം വീഴുവോ ഉരുളുവോ എന്താന്ന് വെച്ചാ ചെയ്. ഞാൻ ചോദിച്ചത് നിന്റെ ഭാവി ഉദ്ദേശം എന്താന്നാ. അച്ഛാ, ദേ എൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പൊ സ്വാമിയുടെ ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ മാസം 3 കൊച്ചിനെ വിളിച്ചോണ്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അതിനുള്ള തീരുമാനം എന്തോന്നാ ഞാൻ ചോദിച്ചത്. അയ്യോ അച്ഛ, വീട്ടിലെങ്ങും പോകാൻ പറ്റൂല. കാശ് കൊടുക്കാനുള്ളവർ കണ്ട കാല് തല്ലി ഒടിക്കുമെന്നാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് അടങ്ങ്. ഞാൻ പറഞ്ഞിട്ടാണ് കുഞ്ഞു മാല ഇട്ടത്. അച്ഛാ, ആശേ എല്ലാവരും പൈസ കൊടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ അച്ഛ, എന്നാ അടുത്ത തട്ടിപ്പ് വല്ലതും ആയിരിക്കും. തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ഈ വീട്ടിൽ കഴിയാൻ പറ്റത്തില്ല. അച്ഛാ, ബിസിനസ്സിൽ ഇത്തിരി പാളിച്ച വന്നുപോയി, അല്ലാതെ ഞാൻ ആരെയും തട്ടിച്ചിട്ടും വെട്ടിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു കാര്യം പറയാം, കടക്കാർ ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ പറ്റത്തില്ല. ഇല്ല അച്ഛാ. ആശേ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാമോ? രാവിലെ അമ്പലത്തിൽ പോയതല്ലേ, വിശക്കുന്നു. ബാ, നീ കഴിക്കാൻ എടുത്ത് വെച്ചേക്കുന്നു. ബാ. വരുന്നു. ഹലോ, എന്തെടുക്കുവാ? അതെ, ഞാൻ ഇവിടെ തിരുവാതിര കളിച്ചോണ്ടിരിക്കുക. എന്താ? ഓ, ഇതിങ്ങനെ ഒരെണ്ണം. കൊഞ്ചം അത് കാര്യം പറയണേ. ഞാൻ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. വരുന്നോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചയാ. എവിടെ? വലിയ കാവില്. ആ, നോക്കട്ടെ, ഉറപ്പ് പറയുന്നില്ല. എടി, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാ. എനിക്കൊരു കോള് വരുന്നുണ്ട്. ഓ, കൂട്ടുകാരായിരിക്കും. ആ, അതെ അതെ. ആ, എങ്കി പോ. എന്നാടാ? എടാ എന്നെ നിന്റെ അളിയൻ പുതിയ ബിസിനസ് വല്ലതും സ്റ്റാർട്ട് ചെയ്തോ? പുള്ളി വീട്ടിലുണ്ടോ? പുള്ളി പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലോ. എടാ എന്നാലേ അളിയൻ പുറത്തിറങ്ങാതെ തന്നെ പുതിയൊരു ഉടായ്പ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ? എടാ, നമ്മുടെ ബിജുവിനോട് 28,000 രൂപ ഇട്ടിട്ട് അണീച്ചിന് ചേരാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ വന്നും പണി തുടങ്ങി. ഇതൊക്കെ ഇനി എന്റെ പെടലിക്കാവല്ലോ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കടാ. ശരി. ആ, ശരിയടാ. എന്തുവാടാ ഈ നേരത്തെ? അളിയനത് അകത്തുണ്ടല്ലോ. അച്ഛനാ പുറത്തു പോയി. അളിയനോട് ഒരു കാര്യം പറഞ്ഞേക്കണം. ഇനി ഉടായ്പോയിട്ട് എന്റെ കൂട്ടുകാരുടെ അടുത്ത് എന്നേക്കല്ലേ. എടാ മോനെ, ഇപ്പൊ സ്വാമിയാ, ഇനി ഉടായ്പൊന്നും കാണിക്കത്തില്ല. എന്തുവാടാ പ്രശ്നം? എന്താ പറ്റി? എന്റെ കൂട്ടുകാരോട് 28,000 രൂപ ചോദിച്ചത് അളിയൻ. എന്തോ ബിസിനസ് ചേർക്കാന്ന് പറഞ്ഞു. ഞാൻ അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഈ വീട്ടിൽ നിന്ന് കൂടി എല്ലാരും പുറത്താക്കാനുള്ള ഇട വരുത്തി വെക്കരുത്. നാട് മുഴുവൻ ഓടി നടന്ന് നിങ്ങൾക്ക് ഓരോ നെറുകേട് കാണിച്ചു കൂട്ടിയിട്ടേ ഈ പെരക്കകത്ത് കയറി ഒളിച്ചിരുന്നാ മതി. ചെറുക്കൻ അങ്ങനെയല്ല, അവന് പുറത്തിറങ്ങി നടക്കാനുള്ളതാ. ഇവിടെ ഉള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. എന്താ പറ്റി? ഒന്നുമില്ല. പുതിയ കാവമ്മേ, ഇന്നുള്ളിൽ നീ നിറഞ്ഞു നിൽക്കുന്നു. കുമുദത്തിൻ ഒളിയോടെ, ഇളമഞ്ഞിൻ കുളിരോടെ, അരുണദിവാകരനുതിരും പ്രഭയോടെ, അഴകെഴുമമ്മേ ശ്രീ പുതിയ കാവമ്മേ, ഇന്നുള്ളിൽ നീ നിറഞ്ഞു നിൽക്കുന്നു. ചിരത്തവളേ, എന്നെ കുങ്കുമത്തിൽ കരച്ചവളേ, നെഞ്ചിൽ മഞ്ചൽ തേച്ച് കുളിക്കായി എന്നെ കൊഞ്ചം കൂസുത്തായി.
மனசுக்குள் மணியாக என்ன கொஞ்சம் மாத்து தாயே. നിനക്കെന്തായാലും വേണം ഇത്ര ചാട നീ എന്തിനാ വന്നേ? പിന്നെ ഒന്ന് കാണാൻ. ഓ, നിനക്ക് നമ്മളെയൊക്കെ കാണാൻ സമയമുണ്ടോ? നിനക്ക് എപ്പോഴും നിന്റെ കൂട്ടുകാർ മതിയല്ലോ. എനിക്ക് നീ അല്ലേ ഉള്ളു പെണ്ണെ. നീ എന്നെ വിട്ടിട്ട് പോവോ? പോണം. നീയെ കൊല്ലും ഞാൻ. എനിക്ക് നീയില്ലാതെ പറ്റത്തില്ലടാ. ഇടി പെണ്ണെ, ഇത് ഓയോ റൂമല്ല, അമ്പലമാ. ഓ പിന്നെ, എന്റെ ചെറുക്കനെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് ഒരു റൂമൊന്നും വേണ്ട. ഞാൻ കൊണ്ടുവരണം. എങ്ങോട്ട്? ബസ് സ്റ്റോപ്പിലോട്ട്. നീയെടാ. குறுக்கு சிரித்தவளே என்ன குங்குமத்தில் கரைச்சவளே. അച്ഛാ, എന്താടാ അച്ഛാ, എനിക്കൊരു 5 ലക്ഷം രൂപ തരാമോ അച്ഛാ? 5 ലക്ഷം രൂപയെ എന്തിന്? എനിക്ക് ചെറിയൊരു ബിസിനസ് തുടങ്ങാനായിരുന്നു. നിനക്ക് ഇനിയും ബിസിനസ്സോ? കൊള്ളാം. അച്ഛാ, ഒരു കുക്കോട്ട് ഈ ഷവർമയും ജ്യൂസൊക്കെ ആയിട്ടെ. അന്നദാനം മഹാദാനം എന്നല്ലേ അച്ഛാ? എന്നിട്ട് വേണം നീ നാട് വിട്ടോടുന്ന പോലെ ഇപ്പൊ ഞാനും എന്റെ കുടുംബവും നാട് വിട്ടോടാ അല്ലേ? അച്ഛാ, എനിക്ക് ചോദിക്കാൻ ആശയും അച്ഛനും അല്ലേ ഉള്ളൂ അച്ഛാ. ഞാൻ നന്നായി അച്ഛാ. ആ, ഏതായാലും നീ ശബരിമലയ്ക്കൊക്കെ പോയിട്ട് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ശരി അച്ഛാ. ആ ആട്ടെ.